السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മെ ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മൾ എല്ലാ ദിവസവും പലതവണയായി നിർവഹിക്കുന്ന ഒരു കാര്യമാണ്
വുളൂ എന്നുള്ളത്. വെറും നിമിഷങ്ങൾ മാത്രം മതി ആ ഒരു കർമ്മം, ആ ഒരു ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതിന്റെ ശ്രേഷ്ഠത അത്രയും മഹത്വമുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വുളൂ എന്ന ആ ഒരു ഇബാദത്ത് നമ്മൾ അശ്രദ്ധയിലായി നിർവഹിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വുളൂ എന്ന ആ ഒരു മഹത്തരമായ കർമ്മം, അതിന്റെ നേട്ടങ്ങളും അതിന്റെ മുഴുവനായിട്ടുള്ള പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണോ ആ വുളൂ നിർവഹിച്ചിട്ടുള്ളത്, സ്വഹാബത്ത് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അപ്രകാരം നമ്മൾ നിർവഹിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ഇനി പറയാൻ പോകുന്ന ആ നേട്ടങ്ങളും ശ്രേഷ്ഠതകളും നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വുളൂ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി എന്നുള്ളത് അത് ഈമാനിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, തഹൂർ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വുളൂ ആണ്. അതേപോലെ അൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമസ്കാരമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ പകുതിയാണ് വുളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ എത്ര മഹത്വമുള്ള ശ്രേഷ്ഠതയാണ് എന്ന് നമുക്കറിയാം. അതേപോലെ ആ നമസ്കാരത്തിന്റെ പകുതിയാണ് വുളൂ എന്നുള്ളത്. ആ വുളൂ ഇല്ലെങ്കിൽ നമസ്കാരം സഹിയാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തെ പോലെ തന്നെ വുളൂവിനും അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട്. നമസ്കാരത്തിന്റെ പകുതിയാണ് വുളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, ഈ ലോകങ്ങളെ സൃഷ്ടിച്ചും അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിഅമത്തുകളും അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതേപോലെ ഏത് സന്ദർഭത്തിലും എങ്ങനെ വേണമെങ്കിലും നമ്മളെ ശിക്ഷിക്കാൻ കഴിവുള്ള എല്ലാത്തിന്റെയും അധികാരം ആരുടെ കൈകളിലാണോ ആ റഹ്മാനായ റബ്ബ്, ആ റബ്ബിന്റെ ഇഷ്ടം നമുക്ക് നേടിത്തരും ഈ വുളൂവിലൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരെയും അതേപോലെ വുളൂ കൊണ്ട് മറ്റുള്ള ശുദ്ധീകരണം കൊണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരെക്കാളും മറ്റെല്ലാത്തിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു ഇഷ്ടം ലഭിക്കുന്ന, ആ ഒരു സ്നേഹം ലഭിക്കുന്ന ഒരു കാര്യമാണ് വുളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ രൂപത്തിൽ നമ്മൾ വുളൂ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ മൂന്നാമത്തത്, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നുള്ളത് മരണാനന്തര ജീവിതത്തിൽ വിജയിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനും ഒരു കാരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വുളൂവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ, ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ വുളൂ എടുക്കുകയും ഫയുഹ്സിനുൽ വുളൂഅഹു, അതേപോലെ ആ വുളൂവിനെ ഏറ്റവും നന്നാക്കുകയും ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൈയും അതേപോലെ മുങ്കയും അതേപോലെ വായും മൂക്കും അതേപോലെ മുഖവും അതേപോലെ രണ്ട് കൈകളും അതേപോലെ കാലും ഇതെല്ലാം 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല തടകിയത് ഒരു പ്രാവശ്യമായിരുന്നു. മുമ്പിൽ നിന്ന് പിന്നോട്ടും അതുപോലെ പിന്നോട്ടിൽ നിന്ന് മുമ്പിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും തല തടവി. അതിനുശേഷം അതേ കൈയിൽ 2 ചവിടും ക്ലീൻ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വുളൂ എടുത്ത് നിർവഹിച്ചു കാണിച്ചു കൊടുത്തു. അപ്പൊ ആ രൂപത്തിൽ ഒരാൾ നിർവഹിക്കുകയും എല്ലാ സുന്നത്തുകളും പിൻപറ്റിക്കൊണ്ട് വുളൂവിൽ ഒരു പ്രാവശ്യം എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ 3 തവണ എടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. തല മാത്രം ഒരു പ്രാവശ്യം പൂർണ്ണമായി കഴുകുക എന്നുള്ളതാണ് വുളൂവിന്റെ രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വംസഹു ബിറുഊസികും, നിങ്ങളുടെ തല നിങ്ങൾ പൂർണ്ണമായി കഴുകുക എന്നുള്ളതാണ്, തടവുക എന്നുള്ളതാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഒരു തവണയാണ് പൂർണ്ണമായി തടകിയിട്ടുള്ളത്. അതല്ലാതെ നെറ്റി മാത്രം തടവുക എന്നുള്ളതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വുദൂഇന്റെ രൂപം എന്നുള്ളത് സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വുദൂ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ എല്ലാ സുന്നത്തുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാൾ വുദൂ നിർവഹിക്കുകയാണെങ്കിൽ പിന്നീട് സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈൻ, പിന്നീട് അവൻ വുദൂഇന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ നമസ്കരിക്കുന്നത്? മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന്റെ ശരീരവും അവന്റെ മനസ്സും അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട്, ഒരു ശരീരം മാത്രമല്ല മറിച്ച് മനസ്സും അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി ഒരാൾ 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ വുദൂ എടുത്തതിന് ശേഷം ഒരാൾ 2 റക്അത്ത് നല്ല ശ്രദ്ധയോടുകൂടി ശരീരവും മനസ്സും അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ വജബത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വുദൂ എടുത്തതിന് ശേഷമുള്ള നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ എത്രത്തോളം ശ്രേഷ്ഠതയുള്ള, നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിവുള്ള ഒരു ആരാധനയാണ് വുദൂ എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആ സ്വർഗ്ഗത്തിൽ വെച്ച് ഒരാൾ നടന്നു പോകുന്ന ഒരു സൗണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഇത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ശബ്ദമാണ്, നടക്കുന്ന ശബ്ദമാണ് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇങ്ങനെ നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായിട്ടുള്ള എന്ത് അമലാണ് നീ പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊരു അമലാണ് നീ പ്രതീക്ഷിക്കുന്നത് എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നി ലം അതതഹറു തഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാരിൻ, ഞാൻ രാവിലെയും വൈകുന്നേരവും എപ്പോഴെങ്കിലും ഞാൻ വുദൂ എടുക്കുകയാണെങ്കിൽ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലി അൻ ഉസല്ലി, അതായത് ആ വുദൂഇന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിശ്ചയിച്ച ആ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നമസ്കരിക്കും, അതാണ് എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായി പ്രതീക്ഷിക്കുന്നത് എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അത്രയും വേഗം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനുള്ള കാരണം അദ്ദേഹം എപ്പോഴും, അത് രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും വുദൂ എടുത്ത സന്ദർഭത്തിൽ 2 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന മഹത്തരമായ ഇബാദത്താണ് വുദൂ എന്നുള്ളത്. അതേപോലെ നാലാമത്തത്, ആ സ്വർഗ്ഗത്തിന് 8 വാതിലുകളുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ദിവസമായിരിക്കും സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിലും. അങ്ങനെയുള്ള 8 വാതിലുകളിലും ഇങ്ങനെ വുദൂ നിർവഹിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇഷ്ടമുള്ള വാതിലൂടെ പ്രവേശിക്കാനുള്ള അനുമതി നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യതവല്ല, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വുദൂ നിർവഹിക്കുകയും ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗുൽ വുദൂഅ, അതേപോലെ ആ വുദൂ അല്പം കൂടി കയറ്റി കഴിയുകയും അല്ലെങ്കിൽ പൂർണ്ണമായി ആ വുദൂ എടുക്കുകയും സുന്നത്തോടുകൂടി എല്ലാം നിർവഹിച്ചുകൊണ്ട് പൂർണ്ണമായി ആരാണ് വുദൂ എടുക്കുന്നത്, അതിനുശേഷം തുമ്മ യഖൂൽ, അവൻ ഇങ്ങനെ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു എന്നുള്ള പ്രാർത്ഥന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത സമാനിയത്തുൻ, അതായത് ആ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും അവനക്ക് വേണ്ടി തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അവനക്ക് ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവനക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് വുദൂ എന്നുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയെ നമുക്ക് കാണാം. അതിന്റെ ചെറിയൊരു ഭാഗമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ഒരാൾ പറഞ്ഞാലും ഇതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ആരാധ്യനില്ല, അതേപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയും അതേപോലെ റസൂലുമാണ് എന്ന് ഞാൻ സാക്ഷി
സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഒരാൾ പറഞ്ഞാൽ അതിന് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുള്ള അനുമതി അവർക്ക് നൽകുമെന്നുള്ളതാണ്. അതേപോലെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം എന്നുള്ളത് ആ പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ പൂർണ്ണമായും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. അതല്ല ഒരാൾക്ക് ഇത് ചെല്ലാൻ അറിയുന്നില്ല എങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പ്രാർത്ഥിച്ചാലും ആ ഒരു പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ അഞ്ചാമത്തത് ആ സ്വർഗ്ഗത്തിലെ പദവികൾ ദരജകൾ നമുക്ക് ഉയർത്തപ്പെടുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. ഓ സ്വഹാബത്തെ, നിങ്ങളുടെ ദരജകൾ ഉയർത്തപ്പെടുന്നതും അതേപോലെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മായ്ക്കപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ നിങ്ങൾ പറഞ്ഞു തന്നാലും. അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞത് ഇസ്ബാഗുൽ ഉളൂഇ അലൽ മകാരിഹ്, അതായത് പ്രയാസമുള്ള സന്ദർഭത്തിൽ, കൂടുതൽ തണുപ്പുള്ള സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുള്ള സന്ദർഭത്തിൽ, ഉളൂ എടുക്കാൻ മടി വരുന്ന സന്ദർഭത്തിൽ ആ ഉളൂ പൂർണ്ണമായും എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, അതേപോലെ പള്ളിയിലേക്ക് വേണ്ടി ഉള്ള നടത്തം അത് വർദ്ധിപ്പിക്കുക. അതേപോലെ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക പള്ളിയിൽ, അതും അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടാനും അതേപോലെ സ്വർഗ്ഗത്തിലെ ദരജകൾ ഉയർത്തപ്പെടാനുമുള്ള കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതും അതേപോലെ ആ സ്വർഗ്ഗത്തിലെ ദരജകൾ ഉയർത്തപ്പെടുന്ന ഏറ്റവും മഹത്തരമായ ഒരു ഇബാദത്താണ് വുളൂ എന്നുള്ളത്. അതേപോലെ നാളെ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതായത് നാളെ ഖിയാമത്ത് നാളിൽ അതിമഹത്തരമായ ശ്രേഷ്ഠകരമായ പാനീയമായ ഔദുൽ കൗസറിൽ നിന്ന് ഈ ഉമ്മത്തിൽപ്പെട്ട വുളൂ നിർവഹിക്കുന്ന നമസ്കരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ സ്വഹാബത്തെ, എന്റെ മരണത്തിന് ശേഷം എന്റെ സഹോദരന്മാരായ എന്റെ ഉമ്മത്തിൽപ്പെട്ട സഹോദരന്മാരായ ആളുകളെ കാണാൻ എനിക്ക് ഇഷ്ടമാകുന്നു. അതേപോലെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ അവരെ ഞാൻ കാണും, അവരെ എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് നിങ്ങളുടെ മരണത്തിന് ശേഷം വരുന്ന ഈ ഉമ്മത്തിലെ മുസ്ലിമുകളെ സഹോദരന്മാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹും യഅതൂന യൗമൽ ഖിയാമ, അവർ നാളെ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ വരുന്നത്? ഉർറൻ മുഹജ്ജിലീന മിനൽ വുളൂ, വുളൂവിന്റെ അടയാളമായി കൊണ്ട് അവരുടെ മുഖവും കൈകാലുകളും വെളുക്കുന്ന പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ ഈ ഉമ്മത്തിൽപ്പെട്ട എന്റെ സഹോദരന്മാർ വരുന്നത്. വഅന ഫറതുഹും അലൽ ഹൗദ്, ഞാൻ അവർക്ക് വേണ്ടി ഹൗദിന്റെ അരികിൽ അവർക്ക് വേണ്ടി ഞാൻ കാത്തു നിന്നുകൊണ്ടിരിക്കും. അവർ വന്നാൽ അവർക്ക് ഞാൻ അതിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ മഹത്തരമായ ഹൗദിൽ നിന്ന് വെള്ളം ലഭിക്കുമെന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതേപോലെ ഏഴാമത്തത് വുളൂവിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതിഹി ثم مشى الى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطوتاه احداهما تحط خطيئة والاخرى ترفع درجة. ഒരു വ്യക്തി വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും പിന്നെ പള്ളിയിൽ അള്ളാഹുവിന്റെ പള്ളിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഫർദ് നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ നടന്നുകൊണ്ട് വരികയാണെങ്കിൽ അവന്റെ ഒരു സ്റ്റെപ്പ്, അവന് വെക്കുന്ന ഒരു കാലിന്റെ സ്റ്റെപ്പ്, അത് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും മറ്റൊന്ന് അവന്റെ സ്വർഗ്ഗത്തിലെ ദരജ ഉയർത്തി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂവിലൂടെ
നമുക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലാ ഹകദാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വുദു എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, മൻ തവല്ലാ ഹകദാ, ആരാണോ ഈ രൂപത്തിൽ പരിപൂർണമായി വുദു നിർവഹിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ പാപങ്ങൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി. ആരെങ്കിലും വുദൂ എടുക്കുകയും അതിനെ ഏറ്റവും നന്നാക്കി എടുക്കുകയും ചെയ്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ ഒഴിച്ചു പോകും, ഉതിർന്നു പോകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അവന്റെ വിരലുകളിലൂടെ വെള്ളം ഇറങ്ങി പോകുന്നത് പോലെ അത്രയും അവന്റെ പാപങ്ങൾ അതിലൂടെ ഇറങ്ങി പോകും, അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ശ്രേഷ്ഠതകളും നേട്ടങ്ങളും ലഭിക്കുന്ന മഹത്തരമായ ഇബാദത്താണ് വുദൂ എന്നുള്ളത്. അതേപോലെ എട്ടാമത്തത് വിശ്വാസികളുടെ അടയാളമാണ് ഈ വുദൂ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിനുൻ, ഒരു വിശ്വാസിക്കല്ലാതെ വുദൂവിനെ സൂക്ഷിക്കാൻ, വുദൂവിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി എപ്പോഴും ശുദ്ധിയോടുകൂടി തഹൂറത്തോടുകൂടി ശുദ്ധിയായിക്കൊണ്ട് ഒരു വുദൂ നഷ്ടപ്പെട്ടാൽ മറ്റൊരു വുദൂ നിർവഹിച്ചുകൊണ്ട് എപ്പോഴും ശുദ്ധിയായി നിൽക്കുന്ന ആളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ അടയാളമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും മഹത്തരമേറിയ നിമിഷങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും നേട്ടങ്ങളും നേടിത്തരുന്ന ഇത്രയും വലിയ മഹത്തരമായ ഇബാദത്ത് ഒരിക്കലും നമ്മൾ അശ്രദ്ധയോടുകൂടി നമ്മൾ നിർവഹിക്കാൻ പാടില്ല. നല്ല ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്ന, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ഒരാൾ വുദൂ നിർവഹിക്കുകയാണെങ്കിൽ അവന് ധാരാളം ശ്രേഷ്ഠതകൾ, നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ അവനക്ക് ലഭിക്കുമെന്നുള്ളത്. അതിൽ ഒമ്പതാമതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഒരു സത്യവിശ്വാസിയുടെ അടയാളം ഈ വുദൂ ആയിരിക്കുമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മതി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുദൂ. നാളെ ഖിയാമത്ത് നാളിൽ ഈ ഉമ്മത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ശിർക്ക് ചെയ്യാതെ, അതേപോലെ ബിദ്അത്തുകൾ ചെയ്യാതെ ജീവിക്കുന്ന അങ്ങനെയുള്ള ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് ഗുർറൻ മുഹജ്ജലീൻ, അതായത് മുഖം വെളുത്ത് പ്രകാശിക്കുന്ന, കൈകളും വെളുത്ത് പ്രകാശിക്കുന്ന ആളുകളായി കൊണ്ടായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫല്യഫഅൽ. അതുകൊണ്ട് ആർക്കെങ്കിലും നിങ്ങളുടെ അവയവങ്ങൾ അത് പ്രകാശിക്കണം, നാളെ കൂടുതലായി പരലോകത്ത് പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ വുദൂ എടുക്കുമ്പോൾ അവരുടെ അവയവങ്ങൾ ഒരൽപ്പം കയറ്റി കഴുകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൈ കഴുകുമ്പോൾ അല്പം മുമ്പിൽ മേലേക്ക്, മുട്ടിന്റെ മുകളിലേക്ക്, അതേപോലെ കാല് കഴുകുമ്പോൾ നെരിയാണിയുടെ അല്പം
മുകളിലേക്ക് ഇങ്ങനെ കഴുകുക എന്നുള്ളത് അത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങൾ നാളെ ഖിയാമത്ത് നാൾ പ്രകാശിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് നാളെ ഖിയാമത്ത് നാളിൽ ഒരു സത്യവിശ്വാസിയുടെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ അടയാളമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള ഒരു ദുആ, ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ലില്ലാഹി അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഅസ്ലംതു അല്ലാഹുമ്മ അസ്ലംതു എന്ന് തുടങ്ങുന്ന വജ്ഹി ലില്ലാഹി എന്നുള്ള വജ്ഹതു വജ്ഹി ലില്ലദി എന്നുള്ള ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ മുത്ത മിൻ ലൈലതിക ഫഅൻത അലൽ ഫിത്ര. അതായത് നീ ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്നത്തെ രാത്രി നീ മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നീ ഒരു ഫിത്രത്തിലായിരിക്കും, അതായത് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായിരിക്കും നീ മരണപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ലാതെ ഒരു പാപവുമില്ലാതെ പൂർണ്ണമായിട്ട് മുസ്ലിമായി കൊണ്ടായിരിക്കും നീ അന്ന് മരണപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനോട് പറയുകയാണ്. അതിനുള്ള കണ്ടീഷനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാ. നീ നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്നത് പോലെ ആയിരിക്കണം നീ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നീ വുളു എടുത്തതിന് ശേഷം ആണ് നീ കിടന്നുറങ്ങേണ്ടത്, അപ്പോഴാണ് ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കണ്ടീഷനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വുളു എടുത്ത് നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ പൂർണ്ണമായി വുളു നിർവഹിച്ചതിന് ശേഷം ഒരാൾ കിടന്നുറങ്ങുകയും കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥന അല്ലാഹുമ്മ അസ്ലംതു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അങ്ങനെ അവൻ ആ രാത്രിയിൽ മരണപ്പെടുകയാണെങ്കിൽ അവൻ ശുദ്ധ പ്രകൃതിയിലായിരിക്കും മരണപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ 11-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ രാത്രിയിൽ ഒരാൾ വുളു എടുത്ത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ആ വുളു എടുത്ത് കിടന്നുറങ്ങിയതിന് ശേഷം ഒരാൾ മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രിൻ ത്വാഹിറൻ, ഒരാൾ നല്ല ശുദ്ധിയോടുകൂടി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങുകയും ഫയതആറു മിനൽ ലൈൽ, അങ്ങനെ ആ രാത്രിയിൽ അവൻ ഞെട്ടി ഉണരുകയും ചെയ്താൽ ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറത ഇല്ലാ ഔതാഹു ഇയ്യാഹു, അങ്ങനെ അവനിക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിനുമുള്ള എന്തെങ്കിലും ഒന്ന് അവൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകാതിരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വുളു എടുത്ത് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അന്ന് രാത്രി കിടന്നുറങ്ങുകയും അങ്ങനെ നെട്ടി ഉണർന്നാൽ അല്ലാഹുവിനോട് ഈ ദുനിയാവിലും പരലോകത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൊടുക്കാതിരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ 12-ാമത്തത് നമ്മൾ കിടക്കുന്ന സമയത്ത് പിശാച് നമ്മുടെ തലയിൽ 3 കെട്ടുകൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ പെട്ടെന്ന് എടിക്കാതിരിക്കാനും അതേപോലെ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുത്താനുമുള്ള 3 കെട്ടുകൾ ആ ശൈത്താൻ പിശാച് ഇടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈൻ തവല്ല ഐൻ ഹല്ലത് ഉഖദതൻ, അവൻ എണീച്ച ഉടനെ അവൻ വുളു എടുക്കുകയും ചെയ്താൽ അവന്റെ ആ ഒരു മടി എല്ലാം അത് ആ ഒരു കെട്ടിലൂടെ അത് പൂർണ്ണമായി ഊരിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവൻ എണീച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുകയും പിന്നീട് അവൻ വുളു എടുക്കുകയും ചെയ്താൽ അങ്ങനെ അവന്റെ 2 കെട്ടുകൾ അത് ഊരിപ്പോകും. അതേപോലെ മൂന്നാമത് അവൻ നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ 3 കെട്ടുകളും അത് ഊരിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അവൻ അന്നത്തെ ദിവസം നല്ല ഉന്മേഷമുള്ളവനായിക്കൊണ്ട് മടിയില്ലാതെ നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുവാനും പരലോകത്തിനും ദുനിയാവിലുള്ള കാര്യങ്ങളിൽ നല്ല ഉന്മേഷത്തോടുകൂടി ഏർപ്പെടാനും അവനക്ക് സാധിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയധികം ശ്രേഷ്ഠതയുള്ള ഒരു ആരാധന കർമ്മമാണ് വുളു എന്നുള്ളത്. ഒരിക്കലും അതിന് അശ്രദ്ധയോടുകൂടി നമ്മൾ കാണാൻ പാടില്ല. നല്ല ശ്രദ്ധയോടുകൂടി അവയവങ്ങൾ മുഴുവൻ
മുഴുവനും നനയുന്ന രൂപത്തിൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പൂർണ്ണമായ രൂപത്തിൽ സുന്നത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين، اللهم ثبت أقدامهم واربط على قلوبهم وسدد رميهم. اللهم انصرهم، اللهم احفظهم، اللهم حرر المسجد الأقصى، اللهم حرر المسجد الأقصى، اللهم احفظهم، اللهم احفظهم، اللهم اشف مرضاهم، اللهم ارحم موتاهم، اللهم تقبل شهداءهم. اللهم منزل الكتاب سريع الحساب يهزم الأحزاب، اللهم اهزمهم وزلزلهم. اللهم فارج الهم وكاشف الغم يا رحمن الدنيا والآخرة، ارحمنا وارحمهم برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد